പാലക്കാട് മലമ്പുഴയിൽ കാട്ടാനയാക്രമണത്തിൽ ഗൃഹനാഥൻ കൊല്ലപ്പെട്ടു. വെള്ളെഴുത്താംപൊറ്റ ഉന്നതിയിലെ ചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 4:30 കാട്ടാനയാക്രമണമുണ്ടായത്. ഉറങ്ങുകയായിരുന്ന ചന്ദ്രനെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. ആശുപത്രിയിൽ നിന്ന് വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, കാട്ടാനക്കലിയിൽ ഒരു ജീവൻ കൂടി സംസ്ഥാനത്ത് പൊലിഞ്ഞിരിക്കുന്നു. എന്തായാലും ഈ കാട്ടാന ശല്യം ഉള്ള പ്രദേശമാണോ, എങ്ങനെയാണ് ലഭിക്കുന്നവർ? തീർച്ചയായിട്ടും മലമ്പുഴ മേഖലയിൽ കാട്ടാനശല്യം വളരെ രൂക്ഷമാണ് എന്നുള്ളത് തന്നെയാണ്. ഇന്ന് പുലർച്ചെ 4:30 ഇങ്ങനെ ഒരു അപകടം നടന്നിരിക്കുന്നത്. വീടിന് സമീപത്ത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന ചന്ദ്രൻ എന്ന വ്യക്തിയാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ് ഉള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ട് നൽകും എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു മേഖലയിൽ വനംവകുപ്പ് പറയുന്നത് ഈ കാടിനകത്താണ് കിടന്നത്, അതുകൊണ്ടാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് പറയുന്നത്. ബന്ധുക്കളും നാട്ടുകാരെ ആളുകൾ ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? എന്താ സംഭവിച്ചു പറഞ്ഞാൽ, രാത്രി ഇവർ കടന്നു, ചൂടായതുകൊണ്ട് വെളിയിൽ കടന്നപ്പോഴാണ് ആക്രമണം ഉണ്ടായത്. അങ്ങനെ സംഭവിച്ചു. വീട്ടിന്റെ മുറ്റത്തായിരുന്നു? എവിടെ? വീട്ടിൻ്റെ മുറ്റത്തും റോഡിലായിരുന്നു. കാടായിരുന്നു? കാടിൻ്റെ അവിടെ തന്നെയാണ്. കാടിൻ്റെ അരികിലാണ്. സ്ഥിരമായിട്ട് ഇവിടെ കാട്ടാനശല്യം ഉണ്ട്? അവിടെ ആന ശല്യമൊന്നുമില്ല. ആന വരാറുണ്ട്. ശല്യമൊന്നും ഇതുപോലെ അങ്ങനെ ഉണ്ടായിട്ടില്ല അവിടെ. ആദ്യമായിട്ടാണ്. എത്ര പേരായിരുന്നു അവിടെ? 3 പേര്. ഒരാളിനെ ആക്രമിച്ചു. പിന്നെ ഒരാൾ അപ്പുറത്ത് മാറിക്കിടന്നതുകൊണ്ട് പിന്നെ വേറെ ഒരാൾ അടുത്തിരിക്കുന്നുണ്ട്. ആ പുള്ളിക്ക് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ടോർച്ച് അടിക്കുമ്പോൾ ആന അപ്പുറത്ത് 10 മീറ്റർ അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പുള്ളീനെ ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ ടോർച്ച് അടിച്ച് നോക്കി. പുള്ളീൻ്റെ പങ്ങളും ഞാൻ മരുമനായിരുന്നു. അപ്പോൾ ഇങ്ങനെ കിടക്കണ കണ്ടില്ല. പിന്നെ നോക്കുമ്പോൾ ആന അങ്ങോട്ട് കയറിപ്പോയതിന് ശേഷമാണ് ഞങ്ങൾ നോക്കിയപ്പോഴാണ് പുള്ളി ആ സൈഡ് കിടക്കുന്നത്. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോട് ഈ ഒരു ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. മലമ്പുഴയിൽ ഈ മുണ്ടൂർ മുതൽ വാളയാർ വരെയുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ 13-ലധികം മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടു. നിരവധി വളർത്തുമൃഗങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ടു. കാട്ടാനയുടെയും അതുപോലെ തന്നെ പുലിയുടെയും ആക്രമണത്തിൽ 6-7 മാസങ്ങൾക്ക് മുമ്പാണ് പുതുപ്പരിയാരം ഭാഗത്ത് ഇതുപോലെ തന്നെ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല ചെയ്യപ്പെട്ടു. ആ സമയത്ത് MLAയും ജില്ലാ ഭരണാധികാരികളും ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് അവിടെ കൊടുത്ത ഉറപ്പ് ഒരാഴ്ചക്കകം ഇതിനുള്ള പരിഹാരം ഉണ്ടാക്കാം, ആ കൊലയാളിയായിട്ടുള്ള ആനയെ പിടിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ പറഞ്ഞു. ഇന്ന് 6-7 മാസം കഴിഞ്ഞു, ഇതുവരെ നടപടിയില്ല. അവിടെ ഫെൻസിങ്, ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ട്, സാധാരണ ഫെൻസിങ് ഉണ്ട്. രണ്ടും പ്രവർത്തനക്ഷമമല്ല. ഇത് പരാജയമാണ്. അവിടെ വേണ്ടത് റെയിൽ ഫെൻസിങ് ആണെന്നുള്ളത് നിരവധി വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്നതാണ്. പക്ഷെ അതിനുള്ളൊരു പരിഹാരം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ MLA എല്ലാം എന്തെങ്കിലും ഒരാൾ മരണപ്പെടുന്ന സമയത്ത് വന്ന് വാഗ്ദാനം കൊടുക്കുകയല്ലാതെ ഒരു നടപടിയും സ്വീകരിക്കില്ല. തീർത്തും അവിടുത്തെ ജനങ്ങളെ, മുണ്ടൂർ മുതൽ വാളയാർ വരെയുള്ള ജനങ്ങളെ വന്യമൃഗങ്ങൾക്ക് മുന്നിൽ ഇട്ടുകൊടുക്കുന്ന രീതിയാണ്. അവരവരുടെ കൃഷി ഉപേക്ഷിക്കുന്നു, അവരുടെ വീടുകൾ ഉപേക്ഷിച്ച് പോകുന്നു. ആ പ്രദേശത്ത് ജനങ്ങൾക്ക് ജീവിക്കാൻ ഇന്ന് ഭയമായിട്ടുള്ള സ്ഥിതിയാണ്. കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതി. വീടിന് സമീപത്താണെന്നാണ് പറയുന്നത്. പക്ഷേ വനം വകുപ്പ് പറയുന്നത് വനം കാട്ടിനകത്താണ്. അവിടുത്തെ വനവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവർക്ക് ഭൂമി കൊടുത്തിട്ടില്ല ഇതുവരെ. അവർക്ക് ഭൂമി കൊടുത്തത് വെളുമ്പുറം കാടിലാണ്. കാട്ടാന കൂട്ടത്തോടെ നിൽക്കുന്ന വെളുമ്പുറം കാടിൽ കോച്ച് ഫാക്ടറിക്കായി എടുത്തിട്ട സ്ഥലത്തിന് തൊട്ടുള്ള വെളുമ്പുറം കാട്ടിലാണ് അവർക്ക് വീടിനുള്ള സ്ഥലം കൊടുത്തിരിക്കുന്നത്. അവരെങ്ങനെയാണ് അവിടെ വീട് കെട്ടുക? ഒരു സ്ഥലം ലഭിച്ച ഒരാൾ അവിടെ വീട് കെട്ടാൻ ആരംഭിച്ച് ആദ്യ ദിവസം തന്നെ കാട്ടാനകൾ അയാൾ നിർമ്മിക്കുന്ന വീടുകൾ പൊളിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് അവിടെ താമസിക്കുക? അവർ പരമ്പരാഗതമായിട്ട് താമസിച്ച് വരുന്ന സ്ഥലത്തെ അവർക്ക് താമസിക്കാൻ കഴിയുള്ളൂ. ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഈ വനയോര മേഖലയിൽ സർക്കാർ ചെയ്യുന്നില്ല. ഇവിടുത്തെ ജനപ്രതിനിധി പരാജയമാണ്. തന്നെയാണ്. അടുത്തിടെ 15ഓളം ആളുകളാണ് ഈ മലമ്പുഴ മേഖലയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ പറയുന്നത്. ഏതായാലും വളരെ ദാരുണമായ സംഭവമാണ് നടന്നിരിക്കുന്നത്. വീടിന് സമീപത്ത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന വ്യക്തിയെയാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് കൂടെ 2 പേരുണ്ടായിരുന്നു. അവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഏതായാലും ദാരുണമായ സംഭവം. മലമ്പുഴയിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ്.